ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പാസ്തയാണ്. ക്രീമി ചിക്കൻ പാസ്ത എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടമാകും. നമ്മൾക്ക് ഇത് വൈകുന്നേരത്തെ ഡിന്നറിന് ഉപയോഗിക്കാം. ഇതാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അതിൽ നിന്ന് പാസ്ത പലതരത്തിലുണ്ട്. അതിൽ നിന്ന് ഈ പാസ്തയാണ്, പന്ന പാസ്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ 1 കപ്പ് പാസ്ത എടുത്തിട്ട് ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് അത് കുറച്ച് തിളയ്ക്കാൻ വെക്കണം. അതിനോടുകൂടി കുറച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് കുറച്ച് നേരം തിളയ്ക്കാൻ അനുവദിക്കുക. അത് കഴിഞ്ഞ് പാസ്ത ഇട്ട് കഴിഞ്ഞ ശേഷം ഒരു 10 മിനിറ്റ് നമ്മളത് കുക്ക് ചെയ്തെടുക്കുക. വേറൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മളുടെ കുറച്ച് 100 ഗ്രാം ചിക്കൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കുറച്ച് നേരം വേവിക്കുക. കുറച്ച് വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത്, ഒരു 1/2 കപ്പ് വെള്ളം. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ പെപ്പർ, കുരുമുളക് പൊടി, അതും ഇട്ടിട്ട് നല്ലവണ്ണം വേവിക്കണം. ഒരു 3 to 4 മിനിറ്റ്സ് നല്ലോണം വേവിക്കുക. ചിക്കൻ നല്ലവണ്ണം വെന്തിട്ട് നമ്മളത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും ചിക്കൻ. അത് കഴിഞ്ഞ ശേഷം ആ വെന്ത് കഴിഞ്ഞ പാസ്ത നമ്മളത് ഫിൽട്ടർ ചെയ്ത് വെക്കണം. സ്ട്രെയിൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത് മാറ്റി വയ്ക്കണം. ആ വെള്ളം കളയണ്ട കേട്ടോ, നമ്മൾക്കത് ഉപയോഗിക്കാം, പാസ്തയുടെ വെള്ളം. പിന്നെ നമ്മൾ വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ അത് ഒഴിച്ചു കഴിഞ്ഞ ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ, അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ. അത് നന്നായി ചൂടായിട്ട് ഉരുകി വരണം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അത് കഴിഞ്ഞ ശേഷം നമ്മൾ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് 1 ടേബിൾ സ്പൂൺ അതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം ഫ്രൈ ആയിട്ട് എടുക്കുക, വറുത്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മൈദ 2 ടേബിൾ സ്പൂൺ ഇട്ട് നല്ലവണ്ണം ഇളക്കണം. വെളുത്തുള്ളിയും ബട്ടറും മൈദ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം വേവിച്ച് കഴിഞ്ഞ ശേഷം 1 കപ്പ് പാല് അതിലേക്ക് ഒഴിക്കുക. ആ പാൽ ഒഴിക്കുമ്പോഴത്തേക്ക് അതങ്ങ് തിക്കായിട്ട് വരും കേട്ടോ. നമ്മൾക്കതും തികയത്തില്ല ആ വെള്ളം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് 2 കപ്പ് പാൽ ഒഴിക്കാം, പക്ഷെ ഞാൻ ഒഴിച്ചിട്ടില്ല. ഉപ്പ് കുറച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടുക. പിന്നെ ഞാൻ ആ വേവിച്ച് വെച്ച പാസ്ത വെള്ളം ഒരു 1/2 കപ്പ് അതിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം നീട്ടിയെടുക്കുകയാണ് ഞാൻ. മൈദ എല്ലാം കൂടെ കുറച്ച് ലൂസായിട്ട് ഞാൻ എടുക്കുകയാണ്. ഒരു ലൂസ് അത് കഴിഞ്ഞ ശേഷം പാസ്ത അതിലേക്ക് ആഡ് ചെയ്യുക. അതിലേക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലോണം ഇളക്കി പാസ്തയും ഈ മിക്സും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. കുറച്ച് നേരം ഇട്ട് ഇളക്കിയെടുക്കണം നമ്മൾ. ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പുണ്ടോയെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഉപ്പ് മതിയായില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തോളൂ. ഇത് ഇപ്പം എനിക്ക് കറക്റ്റ് ഉപ്പാണ്, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് ഉപ്പും പെപ്പറും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ നമ്മളിനി എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് ഹെർബ്സ് ആഡ് ചെയ്യണം. അതായത് ഓർഗാനോ, ചില്ലി ഫ്ലേക്സ്, മറ്റ് ഹെർബ്സ്. അത് നമ്മൾ ഈ കുറേശ്ശെ ഒരു 1/2 ടീസ്പൂൺ വെച്ച് നമ്മളതിലേക്ക് ആഡ് ചെയ്യുക. നല്ല ഫ്ലേവറാണ് ഇതിൻ്റെ ഹെർബ്സിൻ്റെ. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കി കഴിഞ്ഞ ശേഷം
ഒരു ചീസ് ചെറിയൊരു പീസ് ഞാൻ എടുത്തിട്ട് അത് നന്നായിട്ട് നമ്മൾ ഗ്രേറ്റർ ഇല്ലേ, ആ ഗ്രേറ്ററിൽ വെച്ച് നല്ലോണം ഗ്രേറ്റ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് നല്ലോണം ഗ്രേറ്റ് ചെയ്ത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് അതെടുക്കുക. നമ്മുടെ ചിക്കൻ പാസ്ത റെഡി. സ്റ്റൗ സ്വിച്ച് ഓഫ് ചെയ്തു. നിങ്ങളിത് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും താങ്ക് യു വ്യൂവേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.